നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു സ്റ്റണ്ണിങ് നാച്ചുറൽ ബ്യൂട്ടിയാണ് യോർക്ക്ഷയർ ഡെയിൽസ്, എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഒരു വീക്കെൻഡ് നമുക്ക് എങ്ങനെ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞങ്ങൾ ചെയ്ത ഒരു വീക്കെൻഡ് ഐറ്റിനറിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരാൻ ശ്രമിക്കുക, കാരണം ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ നല്ല സീനിക് റൂട്ട്സ് ആണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അത് റോഡ് ട്രിപ്പിലൂടെ തന്നെ പറ്റുള്ളൂ. പീറ്റർബ്രോയിൽ നിന്നാണ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് നേരെ റാംസ്കിൽ, അറൗണ്ട് 3 hours ജേർണി ആയിരുന്നു അത്, ഒരു 3 hours ഡ്രൈവ്. അവിടെ ഒരു എയർബിഎൻബി ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. ഒരു ഫ്രൈഡേ ഈവനിങ് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. കാരണം അങ്ങനെ ആകുമ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. സാറ്റർഡേ ആയിട്ട് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം, പകുതി ടൈം അങ്ങനെ ട്രാവലിന് പോകും. നിങ്ങൾ നോർത്ത് ഓഫ് ഇംഗ്ലണ്ടിലാണ് ഓൾറെഡി താമസിക്കണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഡ്രൈവ് ഉള്ളെങ്കിൽ കുഴപ്പമില്ല. സൗത്തിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ആഫ്റ്റർ വർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഫ്രൈഡേ ഈവനിങ് ആഫ്റ്റർ വർക്ക് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തി. ആയതുകൊണ്ട് തന്നെ വെളിച്ചമൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ രാത്രി എത്തിയപ്പോഴും വെളിച്ചം ഉണ്ടായിരുന്നു. പിന്നെ നേരെ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ദിവസം നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവാം. ഞങ്ങൾ താമസിച്ച എയർബിഎൻബി ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിവർ സൈഡിൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്പേസ്. കുറേ പഴയ ബുക്സും ടേപ്പ് റെക്കോർഡറും കാസറ്റ്സും, അങ്ങനെ ഒരു റസ്റ്റിക് ഫീൽ വരുന്ന ഒരു സ്പേസ് ആയിരുന്നു ഇത്. ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ എയർബിഎൻബീസും സ്റ്റേസൊക്കെ ഇങ്ങനെയായിരിക്കും, കാരണം ഇതൊക്കെ വില്ലേജസ് അല്ലേ, അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഞങ്ങൾ താമസിച്ച എയർബിഎൻബി ആണിത്. സാറ്റർഡേ ഐറ്റിനറിയാണ് ഈ കാണുന്നത്. റാംസ്കിലിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ചെന്നത് ആസ്ഗാർത്ത് വാട്ടർഫാൾസിലേക്കാണ്. ഒരു 1 hour ഡ്രൈവ് ആയിരുന്നു അവിടുന്ന്. പിന്നെ അവിടുന്ന് നേരെ ഹാഡ്രോഫോസ് വാട്ടർഫാൾസ്, അതെൻ്റെ അടുത്ത് തന്നെയായിരുന്നു, ഒരു 20 minutes ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് മാൽഹം എന്ന് പറഞ്ഞൊരു ചാമിങ് ടൗണിലേക്ക് വന്നു. ആ മാൽഹത്തിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും തിരിച്ച് റാംസ്കിലിലേക്ക്. ഈ ഡ്രൈവ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ, അതുകൊണ്ട് നമ്മൾ ഈ സമയം പോകുന്ന ഒന്നും അറിയില്ല. ആസ്ഗാർത്ത് വാട്ടർഫാൾസ് ഒരു മസ്റ്റ് സീ വാട്ടർഫാൾ തന്നെയാണ് കേട്ടോ. ഒരു സീരീസ് ഓഫ് വാട്ടർഫാൾസ് ആണത്. 3 തട്ടിലായിട്ട് അവർ അതിൻ്റെ വ്യൂ പോയിൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലും മിഡിൽ ലെയറിലും പിന്നെ താഴെയായിട്ടും. നല്ല ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വെൽ മെയിൻറ്റെയിൻ പാത്സ് ഉണ്ട്, നല്ല വ്യൂ പോയിൻറ്റ്സ് ആണ്. എടുത്തു പറയേണ്ടത് അത്ര ക്രൗഡഡ് ഒന്നുമല്ല. അപ്പോൾ അത് തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നമ്മൾ പൊതുവേ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് ഫുൾ ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ സ്ഥലം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ സൈലൻറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫാളാണ്. റോബിൻഹുഡ് പ്രിൻസ് ഓഫ് തീവ്സ് എന്ന സിനിമയിൽ 1991 മൂവിയിൽ ഈ ഫാൾസ് കാണിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോൾട്ടൺ കാസിൽ ഉണ്ട്. ബോൾട്ടൺ കാസിലേക്ക് അത്യാവശ്യം നല്ലൊരു വാക്കുണ്ട്. ഞങ്ങൾ ഇച്ചിരി മടിയന്മാരായതുകൊണ്ട് അത്രയും വലിയൊരു വാക്കൊന്നും എടുത്തില്ല. ഒരു ചെറിയ വാക്കിലൂടെ ഈ 3 വ്യൂ പോയിൻറ്റ്സ് ഞങ്ങൾ കവർ ചെയ്തു. നിങ്ങൾക്ക് കൂടുതൽ നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബോൾട്ടൺ കാസിൽ വരെ നടക്കാം. കാസിലും അതിൻ്റെ ഗാർഡൻസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊരു കുറച്ചും കൂടി ഒരു സ്ട്രെച്ച് ഉണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹാഡ്രോഫോസ് വാട്ടർഫാൾസ് ആണ്. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് സിംഗിൾ ഡ്രോപ്പ് വാട്ടർഫാളാണിത്, വിത്ത് എ ഡ്രമാറ്റിക് ഡ്രോപ്പ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 100 feet. ഇവിടെയും നമുക്ക് നല്ലൊരു വാക്കിംഗ് പാത്ത് ഉണ്ട്. ഞങ്ങൾ ആ വാക്കിംഗ് പാത്ത് എടുത്ത്, ഒരു ഷോർട്ട് വാക്കിംഗ് പാത്താണ്. ആ വാക്കിംഗ് പാത്തിലൂടെ നടന്നപ്പോഴാണ് മനസ്സിലായത് വാട്ടർഫാൾ കാണാൻ പറ്റില്ല ആ പാത്തിൽ കൂടെ. അതിന് വേറൊരു പാത്ത് എടുത്ത് താഴെ കൂടെ പോകണം. പിന്നെ ഞങ്ങൾ താഴെ കൂടെ നടന്ന് ആ വാട്ടർഫാളിൻ്റെ അടിയിലെത്തിയപ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് മെജസ്റ്റിക്.
കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പം ഞങ്ങളും കുറച്ച് ടയേർഡായി. അപ്പോൾ തൊട്ട് പുറത്ത് തന്നെ ഉള്ളത് ഗ്രീൻ ഡ്രാഗൺ ഇൻ എന്ന പബ്ബിൽ ഞങ്ങൾ കയറി. ഒരു വൈനും ബിയറൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന്. പബ്ബ് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര യുണീക്കായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ഓൾ ക്രീച്ചേഴ്സ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ എന്ന ടെലിവിഷൻ സീരീസിലൊക്കെ ഈ പബ്ബ് പല തവണയായിട്ട് കാണിച്ചിട്ടുണ്ട് അവർ. നിങ്ങൾ ഈ വാട്ടർഫോൾസ് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ പബ്ബിൽ എന്തായാലും കയറാൻ മറക്കണ്ട. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും ഡ്രൈവ് ചെയ്ത് മാൽഹം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. ഒരു പിക്ചറസ്ക് വില്ലേജ് ആയിരുന്നു ഇത്. ഇവിടെ 2-3 സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. മാൽഹം കോവ്, ഗൊഡീൽ സ്കാർ, ജാനറ്റ്സ് ഫോഴ്സ് എന്ന വാട്ടർഫോൾസ്. ആദ്യം പറഞ്ഞ 2 സ്ഥലം അത്യാവശ്യം ഹൈക്കിങ്ങും ക്ലൈമ്പിങ്ങും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് എടുക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ക്ലൈമ്പിങ്ങും ഇതേപോലെ ഹൈക്സൊക്കെ. പക്ഷേ അന്ന് രാവിലെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല വാക്സൊക്കെ ചെയ്തുകൊണ്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ ആ ഹൈക്സ് എടുത്തില്ല. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അത് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവണം. നല്ല ഹൈക്സ് ആയിരുന്നു എന്ന് എല്ലായിടത്തും റിവ്യൂസ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആകെ ചെയ്തത് അവിടെ ജാനറ്റ്സ് ഫോഴ്സ് എന്ന വാട്ടർഫോൾസ് ആണ്. അതൊരു ചെറിയ വാക്ക് അവിടെ തന്നെയായിരുന്നു, ആ ടൗണിൽ തന്നെയായിരുന്നു. ശരിയാ, ഒരു ഗാർലിക് സ്മെല്ലാണ് കറക്റ്റ്. അങ്ങനെ ആ വാട്ടർഫോൾസോടുകൂടി നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. തിരിച്ച് എയർബിഎൻബിയിലേക്ക് വന്ന് ഒരു 1 hours ഡ്രൈവ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് എയർബിഎൻബിയിലേക്ക് വന്ന് റിലാക്സ് ചെയ്ത് അന്നത്തെ നൈറ്റ് അങ്ങനെ ചില്ല് ചെയ്ത് നെക്സ്റ്റ് ഡേ അടുത്ത പ്ലാൻ. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ സ്റ്റേയിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഒരു 20 minutes ഡ്രൈവിൽ ഫസ്റ്റ് ഞങ്ങൾ ചെന്നത് ഡ്രൂത്ത്സ് ടെമ്പിളിലായിരുന്നു. അവിടുന്ന് വീണ്ടും ഒരു 20 minutes ഡ്രൈവിൽ ബ്രിംഹം റോക്സ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫൗണ്ടൻസ് എബി. അവിടുന്ന് പിന്നെ സ്ട്രേറ്റ് ബാക്ക് ടു പീറ്റർബ്രോ ഞങ്ങളുടെ വീട്ടിലേക്ക്. യോർക്ക്ഷയർസ് ഓൺ സ്റ്റോൺഹെഞ്ച് എന്നറിയപ്പെടുന്ന ഡ്രൂത്ത്സ് ടെമ്പിൾ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് 1820s ബിൽഡ് ചെയ്തത്. ഒരു സ്റ്റോൺഹെഞ്ചിൻ്റെ റെപ്ലിക്ക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ സ്ഥലത്തിന്. ഇവിടെയും ഒരുപാട് വാക്കിംഗ് ട്രെയിൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് ചെറിയൊരു മഴ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആ ഒരു സ്ഥലം മാത്രം കണ്ടിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരു സ്റ്റോൺ സർക്കിൾ ഡിസൈൻ തന്നെയാണ് ഇതിലും അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്വിൻറ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു എസ്റ്റേറ്റിൻ്റെ പാർട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ലക്ഷറി അക്കോമഡേഷൻസും ഡൈനിങ്ങും കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ലൈക്ക് ഫിഷിങ്ങും ഷൂട്ടിങ്ങും സൈക്ലിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം വന്ന് താമസിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്വിൻറ്റൺ എസ്റ്റേറ്റ് ചൂസ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, ബ്രിംഹം റോക്സ്. അവിടെ നിന്നൊരു ഇതേപോലെ ഒരു 20 minutes ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ജിയോളജിക്കൽ മാർവൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഡ്രൂത്ത്സ് ടെമ്പിൾ പോലെയല്ല, അത് ബിൽറ്റ് ആയിരുന്നെങ്കിൽ ഇത് നാച്ചുറലി ഇറോഷൻ വഴി കുറേ വർഷങ്ങളെടുത്ത് ഉണ്ടായി വന്ന ഷേപ്സ് ആൻഡ് ഫോർമേഷൻസ് ആണ്. വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലമായിരുന്നു. ഒരുപാട് കുട്ടികളും പേരൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്കൊന്ന് കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ യൂഷ്വലി ലെസ് ടൂറിസ്റ്റി ആയിട്ടുള്ള പ്ലേസസ് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ക്രൗഡൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലേസ് കുറച്ച് ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രെയിൽസ് കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഈ റോക്സിൻ്റെ അവിടെയാണ് കൂടുതലും ക്രൗഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേറെയും സ്ഥലങ്ങളുണ്ട് ട്രെയിലിൽ കൂടെ നടക്കുമ്പോൾ റോക്സിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള ചില സ്പേസസ് ഉണ്ട്, അതായത് ആൾക്കാർ അധികം ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഞങ്ങളും കണ്ടുപിടിച്ചു. കുറച്ച് റോക്സിൻ്റെ ഇടയ്ക്ക് കൂടി ചെന്നപ്പോഴത്തേക്കും ഒരു നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം. ഇൻഫാക്ട് യോർക്ക്ഷയർ ഡെയിൽസിൻ്റെ ഒരു ഫുൾ വ്യൂ തരുന്ന ഒരു ഹിൽ വ്യൂ പോലത്തെ ഒരു സ്പേസ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾക്കിനി റോക്സ് ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. തൊട്ടടുത്തുള്ളൊരു കഫേന്ന്, അതായത് ഈ ബ്രിംഹം റോക്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കഫേന്ന് 2 കാപ്പിയൊക്കെ മേടിച്ച് കുറേ നേരം ഞങ്ങൾ ആ സ്പേസിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു.
ബ്രിംബം റോക്സിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഡ്രൈവിൽ എത്താൻ പറ്റിയൊരു സ്ഥലമാണ് ഫൗണ്ടൻസ് അബി. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രിസർവ്ഡ് മൊനാസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ടാണ്. ഞങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്തില്ല, പക്ഷേ ഓൺ ദ വേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ബിഫോർ യു ഹെഡ് ബാക്ക് ഹോം. ഇതുപോലെ നല്ലൊരു സ്ഥലവും മറ്റൊരു ഐറ്റിനറിയുമായി കാണുന്നവരിക്കും. ദിസ് ഇസ് മി ശാലിനി മേനോൻ സൈനിങ് ഓഫ്.